അടുത്ത ദിവസം രാവിലെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ വെച്ച് ജെസ്സിയും വാൾട്ടും കണ്ടുമുട്ടി. താൻ കാരണം വീട്ടിലും കുടുംബത്തിലും ഉണ്ടായ സംശയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ തനിക്ക് കുറച്ച് സമയം വേണമെന്നും കാര്യങ്ങൾ ശാന്തമാകുന്നതുവരെ മെത്ത് പാചകം തൽക്കാലം നിർത്തിവെക്കാമെന്നും വാൾട്ട് ജെസ്സിയോട് പറഞ്ഞു. എന്നാൽ തന്റെ കയ്യിലെ മുഴുവൻ പണവും നിങ്ങളുടെ അളിയൻ ഹാങ്ക് പിടിച്ചെടുത്തുവെന്നും അതിനാൽ പാർട്ട്ണർ എന്ന നിലയിൽ വാൾട്ടിന്റെ കൈവശമുള്ള പണത്തിന്റെ പകുതി തനിക്ക് വേണമെന്നും ജെസ്സി ആവശ്യപ്പെട്ടു. എന്നാൽ വാൾട്ട് അവന് $600 മാത്രമാണ് നൽകിയത്. ടൂക്കോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം ജെസ്സി ആയതുകൊണ്ട് തന്റെ പണം നൽകാൻ കഴിയില്ലെന്ന് വാൾട്ട് തീർത്തു പറഞ്ഞു. ഇനി തന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ തന്നെ വിളിക്കുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നും പറഞ്ഞ ശേഷം വാൾട്ട് അവിടെ നിന്നും പോയി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തൽക്കാലം കിട്ടിയ പണവുമായി ജെസ്സിയും തന്റെ വഴിക്ക് തിരിഞ്ഞു. തിരികെ വീട്ടിലെത്തിയ വാൾട്ട് ചില പുതിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. തന്നെക്കുറിച്ചുള്ള ഭാര്യയുടെ സംശയങ്ങളും ചോദ്യങ്ങളും മറ്റും ഒഴിവാക്കാൻ പൂർണ്ണമായും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി അവരോട് വളരെ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചുമെല്ലാം പെരുമാറി അവരുടെ വിശ്വാസം തിരികെ നേടണം. അതിന്റെ തുടക്കമെന്നോണം അന്ന് രാവിലെ കുടുംബത്തിനു വേണ്ടി വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം വാൾട്ട് തയ്യാറാക്കി. ഇത് കണ്ട് സ്കൈലറും മകനും അത്ഭുതപ്പെട്ടെങ്കിലും ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ സ്കൈലർ പറഞ്ഞുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തലേ ദിവസം സ്കൈലർ ചോദിച്ച രണ്ടാമത്തെ മൊബൈൽ ഫോണിനെ കുറിച്ച് വാൾട്ട് ഒരു കള്ളക്കഥ പറഞ്ഞു. താൻ മരുന്ന് കഴിക്കാൻ വെച്ചിരുന്ന അലാറത്തിന്റെ ശബ്ദമായിരുന്നു അതെന്നും അലാറത്തിന്റെയും ഫോണിന്റെയും റിംഗ് ടോൺ ഒന്നായിരുന്നതുകൊണ്ട് അത് ഫോൺ റിംഗ് ചെയ്യുന്നത് പോലെ തോന്നിയതാണെന്നും വാൾട്ട് സ്കൈലറിനോട് പറഞ്ഞു. പക്ഷേ സ്കൈലർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, വാൾട്ട് അതെല്ലാം പറഞ്ഞു കഴിയും മുൻപ് അവൾ തന്റെ വണ്ടിയെടുത്ത് അവനോടൊന്നും പറയാതെ പുറത്തേക്ക് പോയി. അതേസമയം ജെസ്സിയുടെ മാതാപിതാക്കൾ ജെസ്സിയെ അവൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമ സാധ്യതകൾ സംസാരിക്കാനായി വക്കീലിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. ആ വീട് ജെസ്സിയുടെ ആന്റിയുടെ വീടായിരുന്നെങ്കിലും അവരുടെ മരണശേഷം വീട് ജെസ്സിയുടെ മാതാപിതാക്കളുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. മരിക്കുന്നതിനു മുൻപ് ജെസ്സി അവരെ സഹായിച്ചതിന്റെ പേരിൽ തനിക്കും അതിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് ജെസ്സി അവിടേക്ക് താമസം മാറിയത്. എന്നാൽ വീടിന്റെ ഒരു താക്കോൽ കയ്യിലുണ്ടായിരുന്ന ജെസ്സിയുടെ അമ്മ അവൻ അറിയാതെ വീട് പരിശോധിച്ചപ്പോൾ വീടിന്റെ ബേസ്മെന്റിൽ മെത്തുണ്ടാക്കുന്ന ലാബ് കണ്ടിരുന്നു. മയക്കുമരുന്നുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമായതിനാൽ വീട് സർക്കാർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ 3 ദിവസത്തിനുള്ളിൽ വീട് ഒഴിയണമെന്നും വക്കീൽ മുഖേന അവർ ജെസ്സിയെ അറിയിച്ചു. ഈ ലാബിന്റെ വിവരം പോലീസ് അറിയാതെ നിനക്ക് എങ്ങോട്ടെങ്കിലും മാറാൻ തങ്ങൾ ചെയ്യുന്ന സഹായമാണിതെന്നും അവർ അവനോട് പറഞ്ഞു. ജെസ്സി പല അവകാശവാദങ്ങളും ഉന്നയിച്ചെങ്കിലും മാതാപിതാക്കളുടെ ഭാഗം നിയമപരമായി അവർക്ക് അനുകൂലമായിരുന്നു. അതേസമയം വീട്ടിൽ ഭാര്യയുമായി വീണ്ടും അടുക്കാൻ ശ്രമിക്കുകയാണ് വാൾട്ട്. തന്നോട് ഒന്നും പറയാതെ നേരത്തെ പുറത്തുപോയ സ്കൈലർ തിരിച്ചു വന്നപ്പോൾ അവളുടെ സുഖവിവരങ്ങളും മറ്റും വാൾട്ട് ചോദിച്ചെങ്കിലും കാര്യമായൊരു പ്രതികരണം അവളിൽ നിന്നുണ്ടായില്ല. ശേഷം അവളെ സന്തോഷിപ്പിക്കാനായി ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പിൽ വീണ്ടും ജോയിൻ ചെയ്ത് ചികിത്സകൾ കൂടുതൽ ശ്രദ്ധയോടെ തുടരാൻ താൻ തീരുമാനിച്ച കാര്യവും വാൾട്ട് അവളോട് പറഞ്ഞു. എന്നാൽ സ്കൈലർ അത് വളരെ നല്ലതാണെന്ന് മാത്രം പറഞ്ഞ് ബാത്റൂമിൽ കയറി കതകടച്ചു. അടുത്ത ദിവസം രാവിലെ ജെസ്സിയുടെ വീട്ടിൽ അവർ നേരത്തെ തീരുമാനിച്ചതുപോലെ സാധനങ്ങൾ മാറ്റാൻ അവന്റെ അമ്മയോടൊപ്പം ചില ജോലിക്കാരും എത്തി. തനിക്ക് പോകാൻ വേറെ ഇടമില്ലെന്ന് പറഞ്ഞ് അമ്മയോട് കെഞ്ചുന്ന ജെസ്സി ആന്റിക്ക് വയ്യാതിരുന്നപ്പോൾ താനാണ് അവരെ നോക്കിയതെന്നും ഈ വീട് തനിക്ക് അവകാശപ്പെട്ടതാണെന്നും വാദിച്ചു. എന്നാൽ അവന്റെ പ്രവൃത്തികളിൽ മനം മടുത്ത അവർ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവർ വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായി അവിടെ നിന്നും മാറ്റാൻ തുടങ്ങി. അതേസമയം വാൾട്ട് വീണ്ടും പ്രഭാത ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വീട്ടിലുള്ളവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്ന മകന്റെ കൂട്ടുകാരൻ വാൾട്ടർ ജൂനിയർ എന്നതിനു പകരം ഫ്ലിൻ അവിടെയുണ്ടോ എന്ന് ചോദിച്ചത് വാൾട്ടിനെ ശരിക്കും ഞെട്ടിച്ചു. മകനോട് അവന്റെ പുതിയ പേരിനെ കുറിച്ച് ചോദിച്ചെങ്കിലും സ്കൈലർ വാൾട്ടിനോട് പെരുമാറുന്നത് പോലെ താല്പര്യമില്ലാതെ അതാണ് തന്റെ പുതിയ പേരെന്ന് പറഞ്ഞ് അവൻ കൂട്ടുകാരനോടൊപ്പം സ്കൂളിലേക്ക് പോയി. ശേഷം ഭാര്യയോട് അവൻ എപ്പോഴാണ് പേര് മാറ്റിയതെന്നും വാൾട്ടർ ജൂനിയർ എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും വാൾട്ട് ചോദിച്ചെങ്കിലും അവന് സ്വന്തമായി ഒരു വ്യക്തിത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു സ്കൈലറിന്റെ മറുപടി. ശേഷം സ്കൈലർ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ നീ എങ്ങോട്ടാണെന്ന് വാൾട്ട് ചോദിച്ചെങ്കിലും താൻ പുറത്തു പോവുകയാണെന്ന് മാത്രം പറഞ്ഞ് അവൾ പോയി. കുടുംബം തന്നോട് ഈ അവഗണന കാണിക്കുന്നതിൽ വാൾട്ടിന് കടുത്ത നിരാശയും ദേഷ്യവും തോന്നി. അപ്പോഴേക്കും വാൾട്ടിന് വീട്ടിലേക്ക് ഒരു കോൾ വന്നു. അത് ജെസ്സി ആയിരുന്നു. ഫോൺ എടുത്ത വാൾട്ട് വീട്ടിലെ കാര്യങ്ങൾ ശരിയാകുന്നതുവരെ തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ തനിക്ക് വീട് നഷ്ടപ്പെട്ടെന്നും കുറച്ച് പൈസ തന്ന് തന്നെ സഹായിക്കണമെന്നും ജെസ്സി പറഞ്ഞു. എന്നാൽ വാൾട്ട് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. നിന്റെ പ്രശ്നം നിന്റെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് വാൾട്ട് ഫോൺ കട്ട് ചെയ്തു. ജെസ്സി വീണ്ടും വിളിച്ചെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളും ജെസ്സിയുടെ പ്രശ്നങ്ങളും കാരണം ഭ്രാന്ത് പിടിച്ച വാൾട്ട് അവൻ ഇനിയും വിളിക്കാതിരിക്കാൻ ഫോൺ കണക്ഷൻ ഊരിമാറ്റി. വീട്ടിൽ നിന്നും ഇറങ്ങിയ ജെസ്സി തന്റെ ബൈക്കും അത്യാവശ്യ സാധനങ്ങളുമായി പഴയൊരു സുഹൃത്തായ പോളിനെ ചെന്ന് കണ്ട് അവന്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഭാര്യയും കുട്ടിയുമായി താമസിക്കുന്ന പോൾ തുടക്കത്തിൽ അവനെ സഹായിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്തു പോയിരുന്ന ഭാര്യ വന്നതോടെ കാര്യങ്ങൾ മാറി. ഭാര്യയോട് സംസാരിച്ച ശേഷം തിരികെ വന്ന പോൾ ഭാര്യയുടെ ബന്ധുക്കൾ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും താൻ അത് മറന്നുപോയതായിരുന്നു എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും ഒഴിവാക്കി.
ഒഴിവാക്കി. കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്നും പുറത്തിറങ്ങിയ ജെസ്സി ഒരു പബ്ലിക് ഫോണിൽ നിന്നും തന്റെ മറ്റു സുഹൃത്തുക്കളെ വിളിച്ചു നോക്കിയെങ്കിലും ആരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ ബൈക്ക് എടുക്കാൻ പോയ ജെസ്സിയെ കാത്തുനിന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന പോലെ ജെസ്സിയുടെ ബൈക്കും സാധനങ്ങളും കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുറച്ചുനേരം അവിടെ നിന്നു. അപ്പോഴാണ് തന്റെ ലാബ് അടങ്ങുന്ന വാൻ സുഹൃത്തായ ബാഡ്ജറിന്റെ കസിൻ ക്ലോവിസിന്റെ ഗ്യാരേജിൽ ഉണ്ടെന്ന കാര്യം അവൻ ഓർമ്മ വന്നത്. അങ്ങനെയെങ്കിൽ തൽക്കാലം ഇന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി നാളെ വാനുമായി തിരികെ പോകാമെന്നും തൽക്കാലം ഒരു താമസ സ്ഥലം ശരിയാകുന്നതുവരെ വാനിൽ താമസിക്കാമെന്നും അവൻ കണക്കുകൂട്ടി. അന്ന് രാത്രി ആയപ്പോഴേക്കും അവൻ അവിടെ എത്തിയെങ്കിലും ഗ്യാരേജ് പൂട്ടിക്കിടക്കുകയായിരുന്നതുകൊണ്ട് അവൻ മതിൽ ചാടി ഉള്ളിൽ കടന്ന് ആ വാനിൽ കയറി കിടന്നു. അടുത്ത ദിവസം രാവിലെ തന്റെ ഗ്യാരേജിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ക്ലോവിസ് തോക്കുമായി വാനിന്റെ ഉള്ളിൽ കയറി. ഞാൻ നിങ്ങളുടെ കസിൻ ബാഡ്ജറിന്റെ സുഹൃത്താണെന്നും ഇതെന്റെ വാൻ ആണെന്നും പറഞ്ഞ് അവൻ ക്ലോവിസിന്റെ ആക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം വാൻ എടുക്കുമ്പോൾ ബാക്കി തരാമെന്നേറ്റ $500 അത്രയും ദിവസം വണ്ടി അവിടെ വെച്ചതിന്റെ വാടകയും മതിൽ ചാടിയപ്പോൾ ജെസ്സി നശിപ്പിച്ച ഒരു പോർട്ടബിൾ ടോയ്ലറ്റിന്റെയും പണമടക്കം $1750 തരാതെ വാൻ വിട്ടു നൽകില്ലെന്ന് ക്ലോവിസ് അവനോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്റെ കയ്യിൽ പണമില്ലെന്നും ഒരാഴ്ചയ്ക്കകം $2000 തരാമെന്നും ജെസ്സി പറഞ്ഞെങ്കിലും ക്ലോവിസ് സമ്മതിച്ചില്ല. ക്ലോവിസ് അവനെ വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചു. ശേഷം ക്ലോവിസ് ആ വാനും അതിലെ സാധനങ്ങളും മൊത്തമായി വിൽക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ തന്റെ ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള ആ വാനും സാധനങ്ങളും വിട്ടു നൽകാൻ ജെസ്സി തയ്യാറല്ലായിരുന്നു. ക്ലോവിസ് വാൻ വിൽക്കാനായി ആരെയോ വിളിക്കുന്ന തക്കം നോക്കി വീണ്ടും മതിൽ ചാടിയ ജെസ്സി വാനിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ക്ലോവിസിന്റെ ഗേറ്റ് തകർത്ത് വാനുമായി രക്ഷപ്പെട്ടു. ഇതേ സമയം വാൾട്ട് ഭാര്യയോടെന്ന പോലെ മകനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബ്രേക്കും ആക്സിലേറ്ററും ചവിട്ടാൻ മകൻ 2 കാലുകളും ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുന്ന വാൾട്ട് ഒരു കാൽ മാത്രം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ അവനെ നിർബന്ധിച്ചു. കാലുകൾക്ക് സ്വാധീനക്കുറവുള്ള അവന് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ വണ്ടി നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ ശക്തിയായി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. തനിക്ക് ഇതിന് കഴിയില്ലെന്ന് പറഞ്ഞ് നിരാശനാകുന്ന മകനെ വാൾട്ട് ആശ്വസിപ്പിച്ചു. തന്റെ കുടുംബത്തിന്റെ വിശ്വാസവും സ്നേഹവും തിരിച്ചു പിടിക്കാനുള്ള വാൾട്ടിന്റെ പെടാപ്പാടായിരുന്നു ഇതെല്ലാം. അടുത്ത ദിവസം രാവിലെ വാൾട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. പതിവ് പോലെ ഭാര്യയെയും മകനെയും സമാധാനിപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും വാൾട്ട് മെനക്കെട്ടില്ല. പകരം ഭാര്യയോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് വാൾട്ട് ഉറപ്പിച്ചിരുന്നു. അപ്പോഴേക്കും പതിവ് പോലെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ സ്കൈലറുമായി വാൾട്ട് സംസാരിച്ചു. തന്റെ ഭാഗത്തു നിന്നും അറിഞ്ഞും അറിയാതെയും ഉണ്ടായ എല്ലാ തെറ്റുകൾക്കും അവളോട് മാപ്പ് ചോദിക്കുന്ന വാൾട്ട് ഞാൻ നിനക്ക് ഒരു നല്ല ഭർത്താവായിരുന്നില്ലെന്നും താൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്കല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. എന്നാൽ വാൾട്ട് പറയുന്നതൊന്നും വിശ്വസിക്കാൻ സ്കൈലർ തയ്യാറായില്ല. നിങ്ങൾ ഈ പറയുന്നതൊന്നും സത്യമല്ലെന്നും എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് സത്യസന്ധമായി തന്നോട് പറയാനും അവൾ വാൾട്ടിനോട് ദേഷ്യത്തോടെ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന വാൾട്ടിന്റെ മറുപടി കേട്ടതും സ്കൈലർ എങ്ങോട്ടാണെന്ന് പറയാതെ തന്റെ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. വാൾട്ട് അവളുടെ പിന്നാലെ പോയെങ്കിലും സംസാരിക്കാൻ നിൽക്കാതെ അവൾ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയി. സ്കൈലർ പോയ ശേഷമാണ് തന്റെ വീടിന്റെ മറുവശത്ത് വാനുമായി ജെസ്സി നിൽക്കുന്നത് വാൾട്ട് ശ്രദ്ധിച്ചത്. ഇത് കണ്ട് പരിഭ്രാന്തനായ വാൾട്ട് നേരെ വാനിന്റെ ഉള്ളിലേക്ക് കയറി ജെസ്സിയുമായി തന്റെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ തർക്കിച്ചു. ഒരു വിധത്തിലാണ് താൻ വീട്ടിൽ കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നത്. അതിനിടയിൽ നീ ഇങ്ങോട്ട് വന്നാൽ എല്ലാം പൊളിയുമെന്ന് വാൾട്ട് അവനോട് പറഞ്ഞു. തന്റെ അച്ഛനും അമ്മയും തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതും തന്റെ ബൈക്കും പണവും അടക്കം എല്ലാം നഷ്ടപ്പെട്ടതും വാൾട്ടിനോട് പറയുന്ന ജെസ്സി വാൾട്ടിന്റെ കയ്യിലുള്ള പണത്തിന്റെ പകുതി തനിക്ക് വേണമെന്ന് വീണ്ടും പറഞ്ഞു. നിന്റെ പകുതി നിനക്ക് തന്നതാണെന്നും അത് നീ കൊണ്ടുപോയി കളഞ്ഞതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞ് വാൾട്ട് അവനുമായി തർക്കിച്ചു. ഒപ്പം മേൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മയക്കുമരുന്നിന് അടിമയായ ഒരു വിഡ്ഢിയാണ് നീയെന്ന് വാൾട്ട് അവന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അതോടെ തന്റെ നിയന്ത്രണം വിട്ട ജെസ്സി വാൾട്ടിനെ കടന്നുപിടിച്ചു. അവർ രണ്ടുപേരും വാനിന്റെ ഉള്ളിൽ വെച്ച് പരസ്പരം തമ്മിൽ തല്ലി. ഒടുവിൽ തമ്മിൽ തല്ലുന്നതിൽ കാര്യമില്ലെന്നും രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ യുക്തിപരമായി ചിന്തിച്ച് എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്നും അവർ രണ്ടുപേരും തീരുമാനിച്ചു. ശേഷം വാൾട്ടും ജെസ്സിയും വീട്ടിലേക്ക് കയറി. ഒളിപ്പിച്ചു വെച്ച തന്റെ പണമെടുക്കുന്ന വാൾട്ട് അതിന്റെ പകുതി ജെസ്സിക്ക് നൽകി. ജെസ്സി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയാമായിരുന്ന വാൾട്ട് അവനോട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു.